നമസ്കാരം. നമ്മൾ ഇന്ന് പുതിയൊരു വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഈ ഒരു വിഷയം ഞാൻ തിരഞ്ഞെടുത്തത്. നിങ്ങളിൽ പല ആൾക്കാരും പല സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ നിന്ന് ലോൺ എടുക്കാറുണ്ട്. അത് ചിലപ്പോൾ ഒരു വാഹനം വാങ്ങാൻ എടുക്കാം, അല്ലെങ്കിൽ അല്ലാത്ത മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കാം. അപ്പൊ അതിനുവേണ്ടി ഈ മൈക്രോ ഫിനാൻസുകളൊക്കെ ധാരാളം നമ്മളെ നാട്ടിലുണ്ട്. ഈ മൈക്രോ ഫിനാൻസ് ഒക്കെ നടത്തുന്നത് അതിൻ്റെ യഥാർത്ഥ മുതലാളിമാർ കേരളക്കാരല്ല എന്നുള്ള സത്യം കൂടെ നമ്മൾ തിരിച്ചറിയണം. തമിഴ്നാട്, ആന്ധ്ര, ബോംബെ, കർണാടക അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഭൂരിപക്ഷവും ആൾക്കാർ ഇവിടെ വന്ന് ഈ ബിസിനസ് ചെയ്യുന്നത്. അതിവിടെ മലയാളികൾ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. ഇതിന്റെ ഹെഡ് ഓഫീസൊക്കെ ഇന്ന സ്ഥലങ്ങളിലായിരിക്കും. അപ്പൊ നമ്മൾ ഇവരിൽ നിന്ന് പണം പല രീതിയിൽ എടുക്കുന്നുണ്ട്. അത് ഒരു വാഹനം, 2 വീലർ വാങ്ങാൻ എടുക്കാം, 3 വീലർ വാഹനങ്ങൾ വാങ്ങാൻ എടുക്കാം, അതുപോലെ 4 വീലർ വാഹനങ്ങൾ വാങ്ങാൻ എടുക്കാം. പിന്നെ അത്യാവശ്യത്തിന് 50,000 1 ലക്ഷമോ 2 ലക്ഷമോ ഒക്കെ ഇങ്ങനെ എടുക്കാം. അത് ഇങ്ങനെ ക്യാഷായിട്ട് എടുക്കുന്നവർക്ക് അത് ആഴ്ച വന്ന് അവര് കളക്ട് ചെയ്തുകൊണ്ട് പോകാറുണ്ട്. അതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ പണം എടുക്കുന്നവർക്ക് അനുഭവപ്പെടാറുണ്ടെന്ന് ബോധ്യമായിട്ടുണ്ട്. അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ഈ ആഴ്ച വന്ന് പൈസ ഒരുപക്ഷെ ഈ പണം എടുക്കുന്നവർക്ക് തിരിച്ചടയ്ക്കാൻ കാണത്തില്ല. അങ്ങനൊരു സാഹചര്യത്തിൽ ഈ പണം പിരിക്കാൻ വരുന്നവര് ഇവരെ ഒരുപാട് ഹരാസ് ചെയ്ത് ആ പണം മേടിച്ചുകൊണ്ട് എവിടുന്നെങ്കിലും അവരെ കൊണ്ട് ആ പണം കളക്ട് ചെയ്യിപ്പിച്ച് മേടിച്ചുകൊണ്ട് പോകുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഇവരെ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. മാനസികമായിട്ട് ഒരുപാട് ഇവര് ടെൻഷൻ അനുഭവിക്കാറുണ്ട്. കാരണം അവർക്ക് കൃത്യമായിട്ട് ആ പൈസ അടച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ ആ പണം കൊണ്ടേ അവിടുന്ന് പോകും. അതൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ മാനസികമായിട്ട് അനുഭവിക്കുന്ന ആൾക്കാർ ധാരാളമുണ്ട്. അതുപോലെ തന്നെ വാഹനങ്ങൾ, 2 വീലർ വാഹനം എടുക്കുന്ന എനിക്ക് തോന്നുന്നു ഒരു 90% ആൾക്കാരും 2 വീലർ ഒക്കെ എടുക്കുന്നത് ലോൺ ഇട്ടാണ് എടുക്കുന്നത്. ഇതിലെല്ലാം പ്രൈവറ്റ് ബാങ്കുകളാണ്. ഈ പ്രൈവറ്റ് ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ ബാങ്കുകൾ മാത്രമല്ല, അതുപോലെ ഈ സ്വകാര്യ സ്ഥാപനങ്ങൾ, അവരൊക്കെയാണ് ഈ ലോൺ കൊടുക്കുന്നത്. ഒന്നാമത് ഈ ലോണുകൾക്കൊക്കെ വലിയ കൊള്ളപ്പലിശയാണെന്നുള്ള ഒരു സത്യം നിലനിൽക്കുന്നുണ്ട്. അത് ഇവർ കണക്ക് കൂട്ടിയൊക്കെ നമ്മളെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ബാങ്കിനെക്കാഴിയും പലിശ കുറവാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തത്തക്ക രീതിയിലുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്താണ് ഇവരിത് ഈ കണക്ക് പാവപ്പെട്ടവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതിൽ നിന്ന് അവർ ലോൺ എടുക്കുക, ഒരു വണ്ടി എടുക്കുക. വണ്ടി എടുത്ത ശേഷം കൃത്യമായിട്ട് അവർ അടച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മാസം ഒന്ന് പെൻഡിങ് ആയി കഴിഞ്ഞാൽ ഇവര് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിക്കാറുണ്ട്. അവർ ഫോണിൽ കൂടി അനാവശ്യങ്ങൾ പറയുക, അല്ലെങ്കിൽ വീട്ടിൽ വന്ന് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ആക്ഷേപിക്കുക, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ചുറ്റുവട്ടം നടക്കാറുണ്ട്. അപ്പൊ ഇതിനൊന്നും ഈ പറഞ്ഞ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, ഈ ലോൺ എടുത്ത ആൾക്കാർ പ്രതികരിക്കാറില്ല. അവരുടെ ചിന്ത, ഞാൻ പൈസ എടുത്തു, അതെനിക്ക് അടയ്ക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് അവരെന്ത് പറയുന്നതും കേട്ടുകൊണ്ടിരിക്കാം എന്നൊരു ചിന്തയാണ് അവർക്കുള്ളത്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് ഒരു സ്ഥാപനം ലോൺ തന്നിട്ടുണ്ടെങ്കിൽ, ഒരു സാമ്പത്തിക സഹായം തന്നിട്ടുണ്ടെങ്കിൽ, ആ സാമ്പത്തികം നമ്മൾ അടച്ചില്ല എങ്കിൽ പോലും അത് തിരിച്ചെടുക്കാനുള്ള എല്ലാ മാർഗരേഖകളിലും അവർ തരുന്ന എല്ലാ ഡോക്യുമെന്റുകളിലും നമ്മൾ ഒപ്പിട്ട് കൊടുത്തിട്ടാണ് ഈ ലോൺ നമുക്ക് അവർ തരുന്നത്. നിങ്ങൾക്കൊരു 2 വീലർ തന്നു, 2 വീലർ എടുക്കാനുള്ള ലോൺ തന്നു. ആ ലോൺ തന്നിട്ടുണ്ടെങ്കിൽ ആ 2 വീലർ രജിസ്റ്റർ ചെയ്യുന്നത് ആ കമ്പനിയുടെയും കൂടെ പേർക്കായിരിക്കും. ഒന്ന്. രണ്ടാമത്, നിങ്ങളെ കയ്യിൽ നിന്ന് ചെക്ക് ലീഫുകൾ മേടിക്കാം, പ്രോമിസറി നോട്ട് മേടിക്കാം, ബ്ലാങ്ക് ആയിട്ടുള്ള പത്രത്തിൽ ഒപ്പിട്ട് മേടിക്കാം. അങ്ങനെ എന്തെല്ലാം ഡോക്യുമെന്റുകൾ അവർക്ക് മേടിക്കാൻ പറ്റും, ആ ഡോക്യുമെന്റുകളെല്ലാം അവർ മേടിക്കും. അതിനുശേഷം എഗ്രിമെന്റ് ഉണ്ടാവും. ആ എഗ്രിമെന്റിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. പക്ഷെ ഈ എഗ്രിമെന്റ് ഒന്നും നമ്മൾ ആരും വായിച്ചു നോക്കില്ല എന്നൊരു സത്യം വേറെയാണ്. കാര്യം അത് വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് 1-2 ദിവസം കൊണ്ട് അത് വായിച്ചു തീർക്കാൻ പറ്റില്ല. അതുമാത്രമല്ല, ഈ എഗ്രിമെന്റ് വായിക്കാൻ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് ലോൺ കൊടുക്കത്തുമില്ല. ഇതൊക്കെ അതിന്റെ ഒരു വശങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെ ധാരാളം പറ്റിക്കാനുള്ള തന്ത്രങ്ങൾ കൊണ്ടാണ് അവർ നമ്മൾ മുമ്പിലോട്ട് വരുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു ലോൺ മുടങ്ങിയാൽ, ഒരു തവണ മുടങ്ങിയാൽ ഈ പറഞ്ഞ ലോൺ തന്ന സ്ഥാപനങ്ങൾ നമ്മുടെ മുമ്പിൽ ഇത്രത്തോളം ദേഷ്യപ്പെടാനോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മാനസികമായിട്ട് ഹരാസ് ചെയ്യാനോ ഫോണിൽ കൂടി ചീത്ത വിളിക്കാനോ ഒന്നും അവർക്ക് റൈറ്റ് ഇല്ല.
അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടാറുണ്ട്. ഈ ലോൺ എടുക്കുന്നവരൊക്കെ തിരിച്ചടയ്ക്കാൻ തന്നെയാണ് ലോൺ എടുക്കുന്നത്. പക്ഷെ എന്തെങ്കിലും സാഹചര്യത്തിൽ അവർക്ക് ലോൺ അടയ്ക്കാൻ ഒരു ബുദ്ധിമുട്ട് വന്നാൽ അവരത് അടുത്ത മാസം അത് അടയ്ക്കാനുള്ളൊരു ഒരു മനസ്സ് അവർ കാണിക്കുകയും ചെയ്യും. അപ്പൊ എന്നിരുന്നാൽ തന്നെയും ഇവരെ മാനസികമായിട്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന രീതിയിലാണ് ഈ സ്ഥാപനങ്ങളിലെ മിക്ക എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും എക്സിക്യൂട്ടീവ് ആൾക്കാരും ഇവരെ സമീപിക്കുന്നത്. ഇങ്ങനെയുള്ള സമീപനം അതിനൊരു നമുക്ക് നിയമപരമായിട്ട് തന്നെ അതിനെ നേരിടണം. അതിനുള്ള മാർഗം എന്ന് പറയുന്നത്, നിങ്ങൾ ആരും തന്നെ നിങ്ങളെ എഗ്രിമെന്റിൽ നിങ്ങളെ ചീത്ത വിളിക്കണമെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. നിങ്ങളുടെ ഒരു ലോൺ മുടങ്ങിയാൽ അവർക്ക് എന്തുമാവാം എന്ന് നിങ്ങൾ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. ഒരു ലോൺ മുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് നിയമപരമായിട്ട് പോകാം. അങ്ങനെയാണ് നിങ്ങൾ ഒപ്പിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോ ഇനിയെങ്കിലും ഈ ടൂ വീലർ എടുക്കുവാൻ വേണ്ടി ഫൈനാൻസ് തന്ന സ്ഥാപനങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോൺ എടുത്ത ക്യാഷായിട്ട് ലോൺ എടുത്ത സ്ഥാപനങ്ങളോ ആഴ്ചയിൽ ഒരു മുടക്കം വന്നാലോ അല്ലെങ്കിൽ ഈ സ്കൂട്ടറിനൊരു ലോൺ അടയ്ക്കുന്നതിന് ഒരു മുടക്കം വന്നാലോ അവർ ഫോൺ വഴിയിലൂടെ നിങ്ങളെ ചീത്ത വിളിക്കുകയോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയോ നിങ്ങളെ ആക്ഷേപിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, നിങ്ങൾ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കുക. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്ന കംപ്ലൈന്റിൽ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ നിങ്ങൾ എഴുതിയിരിക്കണം. നിങ്ങളെ അനാവശ്യം പറഞ്ഞത് ആരാണെന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുകയും പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയുടെ നിങ്ങൾ റെസിപ്റ്റ് അവിടുന്ന് ചോദിച്ചു വാങ്ങുകയും ചെയ്യണം. അതിനുശേഷം പോലീസുകാർ ഈ നിങ്ങളുടെ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്ത ആൾക്കാർക്കെതിരെ നടപടികളൊന്നും എടുത്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജില്ലാ പോലീസ് മേധാവിക്ക് ഈ വിവരങ്ങൾ അടങ്ങിയ ഒരു പരാതി നൽകണം. അതിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുകയും വേണം, ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിട്ട് പരാതി സ്വീകരിച്ചു, പക്ഷേ അവിടെ നടപടികളൊന്നും എടുക്കാത്തതിന്റെ പേരിലാണ് ജില്ലാ പോലീസ് സൂപ്രണ്ടിന് പരാതി നൽകിയതെന്ന് അതിൽ മെൻഷൻ ചെയ്യണം. അതിനുശേഷം അവിടെ നിന്നും ഒരു റെസിപ്റ്റ് നിങ്ങൾ വാങ്ങുക. ഈ റെസിപ്റ്റ് മേടിക്കുക എന്നുള്ളത് ആരുടെയും ഔദാര്യമല്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നിങ്ങളുടെ അവകാശമാണ്, നിങ്ങളുടെ റൈറ്റ് ആണ്. ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ പരാതിയിൽ അവർ എന്ത് നടപടി എടുത്തോട്ടെ അല്ലെങ്കിൽ നടപടി എടുക്കാതിരിക്കട്ടെ, പക്ഷേ നിങ്ങൾ കൊടുത്ത പരാതിയുടെ ഒരു റെസിപ്റ്റ്, ആ റെസിപ്റ്റ് നിങ്ങൾ മേടിച്ചെങ്കിൽ മാത്രമേ ആ പരാതി അവിടെ ഒരു ഫയൽ സ്വീകരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ആ പരാതി ഒരുപക്ഷെ റെസിപ്റ്റ് വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകുന്നതിന്റെ പുറകെ തന്നെ ആ പരാതി ചുരുട്ടുകൂട്ടി ചവറ്റുകൊട്ടയിൽ ഇടുന്ന സാഹചര്യം വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുശേഷം സിറ്റി പോലീസ് കമ്മീഷണർ അല്ലെങ്കിൽ ജില്ലാ പോലീസ് മേധാവിയും ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് ഒരു നടപടിക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാം. അതിനൊരു അഡ്വക്കേറ്റ് സഹായം ആവശ്യമെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ കാണുക, മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുക. അതിനുശേഷം കോടതിയിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഡയറക്ഷൻ കൊടുക്കും, അന്വേഷിച്ച് ഇതിനകത്ത് കാര്യമുണ്ടെങ്കിൽ കേസെടുക്കുക എന്നൊരു ഡയറക്ഷൻ കൊടുക്കും. അവർ അന്വേഷിക്കും, അവർ കേസെടുക്കുകയും ചെയ്യും. അത്തരത്തിൽ ഈ നിങ്ങളെ ബുദ്ധിമുട്ടിച്ച് അല്ലെങ്കിൽ നിങ്ങളെ ചീത്ത വിളിച്ച് അല്ലെങ്കിൽ നിങ്ങളെ ആക്ഷേപിച്ച ആ വ്യക്തിക്കെതിരെ നടപടി ഉണ്ടാകും. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രതികരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഒരിക്കൽ കൂടി മനസ്സിലാക്കുക, നിങ്ങൾ ആരും തന്നെ നിങ്ങളെ ചീത്ത വിളിക്കാനോ ആക്ഷേപിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം ആർക്കും ഒരു കമ്പനിക്ക് നിങ്ങൾ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഈ കാര്യങ്ങൾ ഈ സാധാരണക്കാർ അറിയുന്നതിന് വേണ്ടി ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. കാരണം നമ്മുടെ നാട്ടിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ഒരു 90% ആൾക്കാരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇരയാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത്. അതിനൊരു പരിഹാരം എന്ന നിലയിൽ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.